ഹായ് ഫ്രണ്ട്സ്, വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയും സദ്യയ്ക്കുള്ള ഒരു കറിയാണ്. സൗത്ത് കേരളയിലെ സദ്യകളിൽ വിളമ്പുന്ന ഒരു പ്രധാന വിഭവമാണിത്, ഉരുളക്കിഴങ്ങ് സ്റ്റൂ. പലതരത്തിലുള്ള ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ട്, എന്നാൽ ഈ രീതിയിലുള്ള ഉരുളക്കിഴങ്ങ് സ്റ്റൂ സൗത്ത് കേരളയിലെ സദ്യകളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ കാണുന്നവർ ഈ കറി ഒന്നുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 3 ഉരുളക്കിഴങ്ങ് വലുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല വലിപ്പമുള്ള കഷ്ണങ്ങളാവണം ഇതുപോലെ. അതേപോലെ 2 സവാള എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. 3 പച്ചമുളക് സ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുളകാണ് എരിവിന് ചേർക്കുന്നത്, അതുകൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കണം. പിന്നെ 1 തണ്ട് കറിവേപ്പില. ഇത് ഇത്രയും കൂടെ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇത് നമുക്ക് അടച്ച് വേവിക്കണം. പൊട്ടാറ്റോ വേവുമ്പോഴത്തേക്കും നമുക്കതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 3 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു ഇഞ്ച് നീളത്തിലൊരു പട്ട എടുത്തിട്ടുണ്ട്. ആദ്യം പെരുംജീരകവും പട്ടയും 2 സെക്കൻഡ് ചൂടാക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയാൽ മതി. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറിയാൽ മതി. കൂടുതൽ മൂത്ത് പോയാൽ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് മാറും. പാത്രം ചൂടാക്കിയ ശേഷം അതിലേക്ക് പെരുംജീരകവും പട്ടയും ഇട്ട് 2 സെക്കൻഡ് ഒന്ന് ചൂടാക്കണം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം വേണം മല്ലിപ്പൊടി ചേർത്ത് ഇളക്കാൻ. ആ ചൂട് മതി മല്ലിപ്പൊടി മൂക്കാൻ. ഇനി ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് 3/4 വേവാകുമ്പോൾ ഇതിലേക്ക് മസാല അരച്ചത് ചേർത്ത് കൊടുക്കണം. വെള്ളം പോരായെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് അടച്ച് വേവിക്കണം. ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 1.5 കപ്പ് തേങ്ങയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്, ഒറ്റ പാലായിട്ട് അടിച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് ഉപ്പ് പോരാതെ വരും, അപ്പോൾ അത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിൽ ഒറ്റ പാലല്ലേ ഒഴിച്ചത്, അതുകൊണ്ട് ഇതൊന്ന് തിളപ്പിക്കണം. 1ഉം 2ഉം പാലെടുത്തും ഈ സ്റ്റൂ ഉണ്ടാക്കാം. അങ്ങനാണെങ്കിൽ വെള്ളത്തിന് പകരം 2ആം പാലിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച ശേഷം ഒടുവിലായിട്ട് 1ആം പാലും ചേർത്ത് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് വാങ്ങണം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. സദ്യയ്ക്ക് വിളമ്പാനുള്ള സ്റ്റൂവിന് ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കുറുക്കാതെ കുറച്ച് ലൂസായിട്ടെടുത്താൽ അപ്പത്തിനും നൂൽപുട്ടിനും ഒക്കെ കഴിക്കാൻ നല്ലൊരു സ്റ്റൂ ആണിത്. സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും കടുകും കൂടെ വറുത്ത് ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ചെറിയ ഉള്ളി വട്ടത്തിൽ സ്ലൈസ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഉള്ളി ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്കിനി ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സദ്യക്കുള്ള സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.